ഹായ് ഗായ്സ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ നമ്മുടെ ട്രെയിൻ യാത്ര തുടങ്ങിയതിൻ്റെ ശേഷമാണ്. കാരണം നമ്മൾ ഇന്നലെ പറഞ്ഞ പോലെ, നമ്മൾ ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ നമ്മളിപ്പോൾ ഗോതംബർഗിൽ നിന്ന്, അതായത് സ്വീഡൻ്റെ ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലേക്കുള്ള ട്രെയിനിലാണ് ഇപ്പോൾ ഉള്ളത്. നമ്മളെ ഇന്നത്തെ ഈ പ്ലാനിങ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്വീഡൻ്റെ സെക്കൻഡ് ലാർജസ്റ്റ് സിറ്റിയും പോയി, തേർഡ് ലാർജസ്റ്റ് സിറ്റിയും പോയി. അപ്പോൾ ഫസ്റ്റ് ഇനി പോകാനുള്ളത് ക്യാപിറ്റലായ സ്റ്റോക്ക്ഹോമിലേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. നമ്മളെ പ്ലാനിങ് നമ്മൾ 8:30 മണിക്ക് നമ്മൾ ട്രെയിൻ കയറി അവിടെ ഒരു 12:30 മണിക്ക് എത്താം. അവിടെ ഒരു 4-5 മണിക്കൂർ സ്പെൻഡ് ചെയ്യുക, വൈകിട്ട് ട്രെയിനിൽ തിരിച്ചു വരാം. വേറൊരു ആവശ്യം എന്ന് പറഞ്ഞാൽ നമ്മളൊരു സുഹൃത്തുണ്ട് സ്റ്റോക്ക്ഹോമിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഈസ് വർക്കിംഗ് ഫ്രം ഹോമാണ്. അപ്പോൾ പറ്റുകയാണെങ്കിൽ അയാളെ കൂടെ ഒന്ന് വിസിറ്റ് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിലാണ് നമ്മൾ സ്റ്റോക്ക്ഹോമിൽ ഇപ്പോൾ പോകുന്നത്. കാരണം നമ്മൾ ഇതുവരെ കയറിയിലൊന്നും അങ്ങനെ റിസർവേഷൻ്റെ ആവശ്യമില്ലായിരുന്നു. ചില ട്രെയിൻ, ഹൈ സ്പീഡ് ട്രെയിന് റിസർവേഷൻ ആവശ്യമാണ്. അത് പക്ഷേ നമ്മൾ സ്റ്റേഷനിൽ നിന്ന് എടുക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു. നമ്മൾ എങ്ങോട്ടൊക്കെയാണോ പോകണം അതിൻ്റെ തലേന്നും അതിൻ്റെ രാവിലെ നമ്മൾ ആ സ്റ്റേഷനിൽ നമ്മൾ റിസർവ് ചെയ്യാറുണ്ട്. പക്ഷേ ഇവിടെ നമ്മൾ സ്റ്റേഷനിൽ അന്വേഷിച്ചപ്പോൾ ഒരു കൗണ്ടർ തന്നെ ഇവിടെ ഇല്ല. അങ്ങനെ റിസർവേഷൻ്റെ ഒരു സംഭവമില്ല. അവർ പറയുന്ന ഓരോ ട്രെയിൻ എന്ന് പറയുന്നത് ഓരോ ട്രെയിൻ കമ്പനിയാണ്. ആ കമ്പനീൻ്റെ വെബ്സൈറ്റിലോ അല്ലെങ്കിൽ അവരെ ത്രൂ ആണ് കോൺടാക്ട് ചെയ്യേണ്ടതെന്നാണ് പറഞ്ഞത്. പ്രശ്നം എന്താ പറയുക, ടിക്കറ്റ് ഇല്ലാതെ കയറി കഴിഞ്ഞാൽ ഇവിടുത്തെ 2000 ക്രോണൊക്കെയാണ് ഫൈൻ. 2000 ക്രോൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഏകദേശം 20-25,000 രൂപയൊക്കെ എഴുതിയിട്ടുണ്ടാകും. അപ്പോൾ ഇല്ലാതെ നോക്കിയിട്ട് ചെയ്യാൻ പറഞ്ഞിട്ട്, പിന്നെ ഒരു ലേഡിയാണ് പുള്ളിക്കാർ കുറച്ച് ഇങ്ങനെ ഹെൽപ്പ് ചെയ്ത് നോക്കി നിങ്ങളൊന്ന് ഇരുന്നിട്ട് ചെയ്ത് നോക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മളെ യൂറൽ പാസിൻ്റെ ഹാർഡ് കോപ്പി. ഇതാണ്, ഇതിൻ്റെ നമ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ഫോണിലൊരു ആപ്പും ഉണ്ടാവും. അപ്പോൾ അത് ഇനിയിപ്പോൾ ആപ്പിൽ കയറി നമുക്ക് അത് ഏത് സൈറ്റിൽ ലോഗിൻ ചെയ്തിട്ട് കാർഡ് ഉപയോഗിച്ചിട്ട് വേണം ഇനി നമുക്ക് സീറ്റ് റിസർവേഷൻ എടുക്കാൻ. നമ്മൾ അങ്ങനെ റിസർവ് ചെയ്തു. നമ്മൾ ആദ്യമായിട്ട് യൂറലിൽ നമ്മൾ ലോഗിൻ ചെയ്തിട്ട് റിസർവേഷന് നമ്മൾ കുറേ നോക്കിക്കഴിഞ്ഞാലും ഇപ്പോൾ ചെയ്യാൻ പറ്റി. അപ്പോൾ അത് നമ്മൾ ഇപ്പോൾ സ്കൗഡേസി എന്ന് പറയുന്ന ഒരു സ്റ്റേഷൻ്റെ തൊട്ടടുത്ത് എത്താനായ സ്റ്റേഷൻ, അത് തൊട്ടിട്ട് സ്റ്റോക്ക്ഹോം വരെയുള്ള ട്രെയിന് നമ്മൾ ഇപ്പോൾ റിസർവ് ചെയ്തിട്ടുണ്ട്. ഒരു റിസർവേഷൻ എന്ന് പറഞ്ഞാൽ ഏകദേശം $7 വന്നിട്ടുള്ളത്. അതായത് മൊത്തം ചാർജ് അടക്കം $24 ഇവിടുന്ന് അങ്ങോട്ടേക്ക് കിട്ടും. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, ഈ റിസർവേഷൻ എത്ര ആണെങ്കിൽ റിസർവേഷൻ ഇല്ലാതെ ടിക്കറ്റിന് എത്ര വരും എന്നുള്ളത്. നമ്മൾ ട്രെയിൻ ഇവിടെ സ്റ്റോക്ക്ഹോമിലേക്കുള്ള, ചിലപ്പോൾ വീഡിയോ എടുക്കുന്നതും ചിലപ്പോൾ ചില ആൾക്കാർക്ക് ഇഷ്ടമാവില്ല. അതുകൊണ്ടാണ് അതിൻ്റെ പുറത്തിറങ്ങിയിട്ട് വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ട്രെയിനാട്ടോ, ട്രെയിനിൽ കണ്ടോ ഫുഡ്. ഇത് റെസ്റ്റോറൻറ്റ് ഏരിയ ആണ്. രാവിലെ തിരക്കിട്ട് ഇറങ്ങിയതിനെ കൊണ്ട് തന്നെ ഫുഡ് നന്നായിട്ട് കഴിക്കാൻ പറ്റില്ല. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് അതുകൊണ്ടാണ് നമ്മളിവിടെ കപ്പ് നൂഡിൽസ് കഴിച്ചിരിക്കുകയാണ്. അതെ, നമ്മൾ അങ്ങോട്ട് കയറട്ടോ. ഇതൊക്കെ കാണുന്നത് കൃഷി സ്ഥലമാണോ ഇങ്ങനെ പരന്ന് കിടക്കുന്നത്. 1:30 മണിയായി. നമുക്ക് 20 മിനിറ്റും കൂടി ഉള്ളൂ ട്രെയിനിൽ സ്റ്റോക്ക്ഹോമിലേക്ക്. ഗോതംബർഗ് ടു സ്റ്റോക്ക്ഹോം 470 കിലോമീറ്ററാണ്. 3.5 മണിക്കൂർ കൊണ്ട് ഇപ്പോൾ നമ്മളവിടെ എത്തും. അമലേ, അപ്പം നമ്മളെ ബാബൻ്റെ ഫ്രണ്ടിനെ വിളിച്ചിരുന്നു. ബാബൻ്റെ ഫ്രണ്ടിന് ഇൻഷാ അല്ലാഹ് വൈകിട്ട് കാണാമെന്ന് പറഞ്ഞിട്ടുണ്ടല്ലേ. യാസർ അങ്കിൾ, ഇൻഷാ അല്ലാഹ് അവിടത്തെ മീറ്റ് ചെയ്യാൻ പറ്റാണോ കാണാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവിടെ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഏതായാലും നമ്മളെ ട്രെയിൻ ഇതാണ്. നമ്മൾ ഈ ട്രെയിനിൽ വന്നു. ഇതാ സ്റ്റോക്ക്ഹോം സെൻട്രൽ സ്റ്റേഷൻ. തണുപ്പുണ്ടല്ലേ അമ്മ? തണുപ്പ് കൂടിയോ? സ്റ്റോക്ക്ഹോം. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഉള്ളത് സ്റ്റോക്ക്ഹോം മെയിൻ സ്റ്റേഷനിൽ, അതായത് സ്റ്റോക്ക്ഹോം സെൻട്രൽ സ്റ്റേഷനിൽ ട്രെയിൻ ഇറങ്ങി. എവിടെ ഉണ്ടോ ശരി ഫുഡ് കൂപ്പതാ ഇവിടെ. അതാ ബർഗർ. എന്നാവോ ശരി, കുറച്ചു നേരമായി ഇവിടെ ഇങ്ങനെ നോക്കിയിരിക്കുക.
സ്റ്റേഷൻ്റെ അകത്ത് ഇതാ ഇപ്പോൾ 12:30 മണിയായി. നമ്മൾ ലഞ്ച് കഴിക്കുകയാണ്. ലഞ്ച് കഴിച്ചിട്ട് പിന്നെ നമുക്കൊരു 4-5 മണിക്കൂറുണ്ടാവും ഇവിടെ. നമ്മൾ റിട്ടേൺ ട്രെയിൻ 6 മണിക്കാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് 2-3 സ്ഥലത്ത് പോവാം. പിന്നെ നമ്മളെ സുഹൃത്ത് 5 മണിക്ക് മീറ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ സമയത്ത് അയാളെ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ അയാളെയും കൂടി കണ്ടിട്ട് തിരിച്ചു പോവാം. അതാണിപ്പോൾ ഇന്നത്തെ പ്ലാനിങ്. എന്നാലും മടുത്തു പോയല്ലോ അവര് ബർഗർ എന്നിട്ട് പത്ത് ചോറ് തിന്നാൻ പൂതിയാണ്. ഇപ്പം നമ്മൾ സ്റ്റോക്ക്ഹോം സെൻട്രൽ സ്റ്റേഷൻ ഇതാ അതിൻ്റെ പുറത്തെത്തി. കണ്ടോ, നല്ല വെയിലുണ്ട് കേട്ടോ, നല്ല വെയിൽ. ഞാൻ വിചാരിച്ചു കുറച്ച് ക്ലൗഡിയൊക്കെ ഇരിക്കുന്ന വിചാരിച്ചത് ഇവിടെ. അപ്പോൾ നമ്മൾ ഇവിടെ നോക്കിയപ്പോൾ ഇവിടെ ഒരു ഓൾഡ് ടൗൺ ഉണ്ട്, അതുപോലെ ഒരു ഹാർബർ ഏരിയ, പിന്നെ കിങ്സ് ഗാർഡൻ എന്നൊക്കെ പറയുന്ന ഈ ഒരു സറൗണ്ടിങ്ങിൽ ഒരു 1-2 കിലോമീറ്റർ ചുറ്റളവിലുള്ള ഒരു 2-3 കാര്യങ്ങൾ നമുക്കുണ്ട്. പിന്നെ നമ്മളെ ട്രെയിനാണെങ്കിൽ വൈകിട്ട് 6 മണിക്ക്. നമുക്ക് തിരിച്ചെന്തായാലും ഇവിടെ ഒരു 5 മണി 5:30 ഉള്ളിൽ ഇവിടെ എത്തണേ. അപ്പോൾ നമ്മൾ അവിടെയൊക്കെ വിസിറ്റ് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ പ്ലാനിങ്. ഇതിൻ്റെ അവിടെ നമ്മൾ ഇറങ്ങി താഴെ നടന്ന് ഇങ്ങനെ കഴിഞ്ഞാൽ ഒരു ബ്രിഡ്ജ്, പിന്നെ ഒരു കനാലുണ്ട്. ആ കനാലിൻ്റെ അപ്പുറത്ത് എത്തിക്കഴിഞ്ഞാൽ ഓൾഡ് ടൗണായി. ആ ഓൾഡ് ടൗണിൽ ഗംനസ്ഥാൻ എന്ന് പറയുന്ന, അതായത് കുറച്ചൊരു ടൂറിസ്റ്റ് ഏരിയ ഉണ്ട്. പഴയ ബിൽഡിങ്സും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു ഏരിയ ആണ്. ഇതെന്താ ഇതൊക്കെ ഇയാൾ ഓടണോ അതിന്റെ ഷാഡോ. വീഡിയോയിലൊക്കെ നല്ല വ്യൂ ആയിരിക്കും ഇങ്ങനെ വെയിലുണ്ടാവുമ്പോൾ. നടന്ന് ഇപ്പോൾ ഓൾഡ് ടൗണിലുണ്ട്. ഈ ഓൾഡ് ടൗണ്, അതായത് സ്റ്റോട്ടോഗട്ട് എന്ന് പറയുന്ന ഒരു ഏരിയ. സ്റ്റോട്ടോഗട്ട് ഇതാ 7-Eleven. ഇതാണ് നമ്മൾ ഓൾഡ് ടൗണ്. ഈ ഓൾഡ് ടൗണിൽ കയറിയപ്പം തന്നെ നമുക്കിവിടെ കാണാം ഒരു മാറ്റം. ഒരുപാട് ആൾക്കാരുണ്ട് ഇവിടെ. ഇതൊരു മെയിനായിട്ടുള്ളൊരു ടൂറിസ്റ്റ് ഏരിയ ആണെന്ന് തോന്നുന്നു. ഇവിടുത്തെ വണ്ടികളൊന്നുമില്ല ഇവിടെ, ഫുള്ളും നമുക്ക് നടക്കാന്നുള്ളതാണ്. വാക്കിംഗ് സ്ട്രീറ്റാണിത്. ഇവിടെ ഒരു വലിയൊരു ഇതെന്താ ചേർച്ചാണോ? നല്ല ഹൈറ്റ് ഉണ്ട് ചേർച്ച് തന്നെ ഈ ഓൾഡ് ടൗണില്. ശരി, ഇതൊക്കെ വേഫിള്. ഇതൊക്കെ ഓപ്പൺ റെസ്റ്റോറൻറ്റ് കാര്യങ്ങളാണ്. അപ്പോൾ ഈ ഒരു ടൗണിൽ, ഓൾഡ് ടൗണിൽ ഇവിടെ ഒരു മ്യൂസിയം ഒക്കെ, നോബൽ പ്രൈസ് മ്യൂസിയം. അതുപോലെ ഇതിൻ്റെ മെയിനായിട്ട് അട്രാക്ഷൻ എന്ന് പറയുന്നത് അതാ ഈ ഒരു എന്താണ് ട്രിപ്പിൾ കളേർഡ് ബിൽഡിങ്. പിന്നെ അടുത്ത് തന്നെ ഒരു പാലസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മെയിനായിട്ടൊരു ഫോട്ടോ പോയിൻ്റ് കേട്ടോ. ഐശ്വര്യ ഇതാ ഫോട്ടോ എടുത്തായിരിക്കുന്ന. അതായത് ഇതിൻ്റെ മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്ന ഈ ഒരു 3 ബിൽഡിങ്. ഇതാ 3 ബിൽഡിങ്, 1-2 ഫുള്ള് ബിൽഡിങ്ങാണ്. പക്ഷേ കളർഫുൾ ആണല്ലോ, റെഡ്, ഓറഞ്ച്, അങ്ങനെ യെല്ലോ ഒക്കെ ആയിട്ട് നല്ലൊരു ഒരു ഫോട്ടോ പോയിൻ്റാണിത്. അവിടെയൊക്കെ ഇങ്ങനെ ഓപ്പൺ റെസ്റ്റോറൻറ്റ്. ഇവിടെ ഒന്നും തുറന്നിട്ടില്ല ഭാഗത്തൊന്നും. ഇതുണ്ടോ, ഇവിടെ എല്ലാവരും ഫോട്ടോ എടുക്കാണ്. നമ്മളിതാ ഈ സ്റ്റോട്ടോഗട്ടിൽ നിന്ന് നമ്മൾ പോവാണ്. നമ്മളും ഇവിടെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് ഒരു 1/2 മണിക്കൂറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ട് ഇനി അടുത്ത ഇവിടെ ഒരു ലൊക്കേഷൻ ഉണ്ട്, അങ്ങോട്ട് പോവാണ്. ഇവിടെ ഒരു ഗൈഡ്
ഓരോന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട് ആ ഗ്രൂപ്പ് ടൂറായിട്ട് വരുമ്പോൾ. ഇവിടെ കണ്ടോ, ഇവിടെ ബോട്ടിങ് കാര്യങ്ങളൊക്കെ ടൂർസ് ആൻഡ് ടിക്കറ്റ്സ് എന്നൊക്കെ കാണാം. സൈറ്റ് സീയിങ് ഈവനിങ്ങിനാവണമെന്ന് തോന്നുന്നു. ഇവിടെ ഇപ്പോൾ 2:30 മണിയാണ് സമയം. വൈകിട്ടാവുമ്പോഴത്തേനൊക്കെ നല്ല തിരക്കേക്ക് ഇവിടെ. നമ്മൾ സ്വീഡൻ്റെ അപ്പോൾ 3 ഭാഗത്തായി. നമ്മൾ ആദ്യത്തെ ദിവസം സദേൺ സൈഡ് മാൽമോയിൽ പോയി, പിന്നെ വെസ്റ്റിൽ ഗോതംബർഗ് വെസ്റ്റ്, ഇത് ഈസ്റ്റ് സ്റ്റോക്ക്ഹോം ഈസ്റ്റേൺ സൈഡ്. അല്ല ഇനി നമ്മൾ നേരെ ഗോതംബർഗിലേക്ക് തന്നെ. ഇവിടെ കാണാം ഗ്രാൻഡ് ഹോട്ടൽ. ആ ഗ്രാൻഡ് ഹോട്ടലിൻ്റെ മുകളിൽ ബ്രിട്ടൻ, ജർമ്മനി, ഡെൻമാർക്ക്, സ്വീഡൻ, നോർവേ, ഫിൻലാൻഡ്, USA. ഇവിടെ ഒരു ബസ് കണ്ടോ, ഓഷ്യൻ ബസ് എന്ന് പറഞ്ഞിട്ട് സൈറ്റ് സീയിങ് വിത്ത് എ സ്പ്ലാഷ്. എനിക്ക് തോന്നുന്നത് ഈ ഒരു കനാൽ കൂടെ പോകുന്ന സൈറ്റ് സീയിങ് ബസ്സാണെന്ന്. അപ്പോൾ നമ്മളങ്ങനെ ഇപ്പോൾ ഉള്ളത് കിങ്സ് ഗാർഡനിലെത്തി. നമ്മൾ ഓൾഡ് ടൗണിൽ ഇതാ ആ ബ്രിഡ്ജ് കയറി അതിനപ്പുറത്ത് എത്തിയപ്പോൾ ഇവിടെ കിങ്സ് ഗാർഡൻ എന്ന് കാണാം. കിങ്സ് ഗാർഡൻ, പിന്നെ അപ്പുറത്ത് ഒരു ഹാർബറിൻ്റെ ഏരിയ ഉണ്ട്. അത് ഒരു 1.5 കിലോമീറ്ററോളം നടക്കണം. നല്ല വെയിലും അല്ലേ, അപ്പോൾ നമ്മൾ അധികം അങ്ങോട്ട് നടക്കാതെ ഇവിടെ കുറേ കാറ്റൊക്കെ ഉണ്ട്. ഇപ്പോൾ നല്ല തണുത്ത കാറ്റും. കപ്പ് നൂഡിൽസ് ബ്രേക്ക്. ഹലോ, എന്തേ ഇവിടെ വിജയന് തമ്മ എൻ്റെ ഫുഡിനും വേണ്ടി വന്നാ ഓടുന്നത്. എന്ത് ഭംഗിയാന്നറിയാം ഈ ഒരു ഗാർഡൻ്റെ ഉള്ളിൽ. ഹലോ, അമലെൻ്റെ മോക്കമലൊക്കെ അത് ഐസ്ക്രീം. അമലിൻ്റെ മോക്കുണ്ടോ? എന്താ മോനെ, എന്തൊരു തിരക്ക് ഇവിടെ. ഫുള്ള് ആളുകൾ ഫോട്ടോ എടുക്കാനോ വീഡിയോ എടുക്കാനോ അതിനുള്ള മാത്രം ഏരിയ ആണെന്നാ തോന്നുന്നത്. ഇത് നോക്ക്, ആ മരത്തിന്റെ അടിയിലേക്കൊന്നും പോവാൻ തന്നെ പറ്റുന്നില്ല. ഓ, ഇതെന്തത്? ഇവിടെ ആളുകളെ കണ്ടോ? ഇവരെ പറഞ്ഞിട്ടും കാര്യമില്ല, കാരണം അത്രയും നല്ല ഭംഗിയിലാണ് ഉള്ളത് ഈ ഫ്ലവേഴ്സൊക്കെ. ഇത് ശരിക്കും ഈ കളറ് മാത്രമല്ല കേട്ടോ, ഞാൻ ഇതിൻ്റെ അടിയിലെത്തിയപ്പോഴേ നല്ല സ്മെല്ലും ഉണ്ട്. ഓ, നല്ല സ്മെല്ല് കേട്ടോ. ശരിക്കും എന്താ, നമ്മളൊരു റൂം സ്പ്രേ ഒക്കെ അടിച്ച ഒരു സ്മെല്ല് തന്നെ. ഓ, നാച്ചുറൽ ഫ്രാഗ്രൻസ് തന്നെ അല്ലേ. ഇത് പറിക്കാൻ പാടില്ല കേട്ടോ. വെൽക്കം ആൻഡ് ടിലൻ ബ്ലോംസ്റ്റർ. ഇതെന്താ ഇരിക്കുന്നത്? വായിക്കാൻ, ഇതാണ് ആ ഫ്ലവർ. ഇതിനെ കുറിച്ചിട്ട് എന്താ ഇരിയാവുന്നു, വായിക്കാൻ പറ്റും. അതിൻ്റെ സീസണാണ് തോന്നുന്നു കേട്ടോ. വിൻ്ററൊക്കെ കഴിഞ്ഞ് കണ്ടോ എന്ത് കളർഫുൾ ആയിട്ടുണ്ടല്ലോ ഈ പിങ്ക് കളറ്. ഓ, അടിപൊളി. ഇത്രയും ആൾക്കാർ കണ്ടോ ഇവിടെ, ഇത്രയും ആൾക്കാർ എന്താ പറയുക, ഇവിടുന്ന് ഫോട്ടോ വീഡിയോ എടുക്കാനും വേണ്ടി മാത്രം വന്നിട്ടാണ്. ഇതിൻ്റെ അടിയിലൊക്കെ കണ്ടില്ലേ എത്ര ആൾക്കാരുള്ളത്. ഇവിടെ എന്തോ ഇവരൊക്കെ ബേബി മോണിനും വേണ്ടി വന്നാൽ വന്നത്. ഇതൊക്കെ ഫോട്ടോ വീഡിയോ.
അപ്പോൾ സമയം 5 മണിയായി. നമ്മളിവിടെ ഒരു 1 ഹവറോളം ഇവിടെ സ്പെൻഡ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി കേട്ടോ, നല്ല അടിപൊളി ഏരിയ. അപ്പോൾ അത് മാത്രമല്ല നമ്മളെ ഫ്രണ്ടാണ് ഇപ്പോൾ വിളിച്ചും ചെയ്ത് ഒരു സ്റ്റേഷനിൽ ഇപ്പോൾ എത്തുമെന്ന് പറഞ്ഞിട്ടാണ്, സെൻട്രൽ സ്റ്റേഷനിൽ. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ നേരെ സ്റ്റേഷനിലേക്ക് പോകാം. അത് മാത്രമല്ല നമ്മളെ ട്രെയിനാണ് 6 മണിക്കാണ്. അപ്പോൾ ഇവിടുന്ന് ഒരു 10-15 മിനിറ്റ് സ്റ്റേഷനിലേക്ക് തന്നെ നടക്കാൻ. ഇവിടെ എന്താണ് ഫ്രീ ആണ് ചില ഫാൻറ്റാ ഫ്രീ ചോദിച്ചു. അതാ പോയി വാങ്ങിക്ക. ആ ലൈനാണ് 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 വരിയൊന്നും ചെറിയൊരു വരിയാ, വലിയ വരിയൊന്നുമില്ല. അത് മാത്രമല്ല പെട്ടെന്ന് തീർന്നുണ്ട്. നമ്മള് വരി നിന്നിട്ട് വാൻഡ വാങ്ങിട്ടോ. അല്ല പെട്ടെന്ന് തീരുന്നുണ്ട്. ലൈൻ നിന്ന് ഒരു മിനിറ്റ് 1-2 മിനിറ്റ് ആകുമ്പോൾ തന്നെ കിട്ടി, സാധനം കിട്ടി. ഇവരെ കിട്ടിയില്ലേ? ഓ ഗൈസ്, ഇതാ നമ്മളെ സുഹൃത്ത് യാസർ. നമ്മളെ കാര്യമായിട്ടുള്ളൊരു ലോഹിക്കാരനാണ്. അപ്പോൾ ഇതാ നമുക്ക് അധികം സമയമില്ല ഇവിടെ കുറച്ച് കറങ്ങണമെന്നൊക്കെ ഉണ്ടായിരുന്നു യാസറെ. ഒരു പ്രാവശ്യം സ്റ്റോക്ക്ഹോമിലേക്കായിട്ട് പോരില്ലേ? അല്ല, ഇന്ന് നമ്മൾ ശരിക്കും വന്നത് 2 കാര്യത്തിനാണ്. ഒന്ന് സ്റ്റോക്ക്ഹോം ക്യാപിറ്റൽ വരാന്നുള്ളത്, പിന്നെ ഒന്ന് ഇതാ നമ്മളെ സുഹൃത്തിനൊന്ന് കാണാം. ഇതാ ഫാമിലി. ഓക്കെ, ഏതായാലും നമുക്ക് കുറഞ്ഞ ടൈമായി പോയി. ഒരുപാട് സ്ഥലത്ത് വരുമ്പോൾ ആരെ കാണുമ്പോൾ ഭയങ്കര ഇതല്ലേ. ഇതുവരെ അങ്ങനെ നമുക്ക് ഉണ്ടായിട്ടില്ലല്ലോ, അതാണ്. ഇൻഷാ അല്ലാഹ് ഏതായാലും കാണാം. ഇതിനായിട്ട് നമുക്ക് ആകെ കിട്ടിയത് 20 മിനിറ്റാണ്. അപ്പോൾ ഇത് ട്രെയിനിൻ്റെ ടൈമായി. ട്രെയിൻ മിസ്സാവാനും പാടില്ല. കാരണം ഇത് കഴിഞ്ഞാൽ വേറെ ട്രെയിന് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഇനിയിപ്പോൾ നമ്മൾ ഗോതമ്പാക്കിലേക്ക് പോകണമെങ്കിൽ 3.5 മണിക്കൂറാണ് ഇവിടുന്ന്. അവിടുത്തെ ഏകദേശം 9:45 നമ്മൾ അവിടെ എത്തും. ശരിയല്ലേ? ഓക്കെ അല്ലേ? നമ്മൾ തിരിച്ച് ഗോതമ്പാക്ക് സ്റ്റേഷനിൽ നിന്ന് എത്തി. ഇപ്പോൾ 9:30 മണി. നല്ല ടയർഡാണ്. ML ഒക്കെ കിടന്ന് ഉറങ്ങിയായിരുന്നു. ചലോ, അപ്പോൾ നമ്മൾ സ്റ്റോക്ക്ഹോമിൽ പോക്ക് ഏതായാലും വർത്തായി. കാരണം നമുക്ക് നമ്മുടെ സുഹൃത്തിനെ കാണാനും പിന്നെ അവിടെ 2-3 ഏരിയ ഒക്കെ നമുക്ക് കാണാൻ പറ്റി. നാളെ ഇനി നമ്മൾ പോകുന്നത് ഓസ്ലോയിലേക്കാണ്. ഓസ്ലോ. അപ്പോൾ അതുപോലെ തന്നെ നാളെ നേരത്തെ തന്നെ പോകേണ്ടി വരും. അപ്പോൾ ഓസ്ലോ വീഡിയോ ഒക്കെ നമുക്ക് അടുത്തതിൽ കാണാം അല്ലേ? അപ്പോൾ അതുവരെ ടേക്ക് കെയർ, ബൈ.